ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു എന്നുള്ള പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുടെ ആക്രമണ ഭീഷണി ഭയന്ന് അവർ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതേ തയ്യാറെടുപ്പുകൾ ഉണ്ടാവുകയാണ്. അതിന് മുന്നോടിയായി പുതുതായി വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് റഷ്യയുടെ പ്രസിഡന്റായ പുടിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തയ്യാറാവുന്നു എന്നുള്ള വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. അമേരിക്കയും റഷ്യയുമായുള്ള ഒരു ചർച്ചയിലൂടെ ഉക്രൈന് മേൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും ഉക്രൈനും റഷ്യയുമായി ഒരു ധാരണയിലെത്തി ഒരു യുദ്ധവിരാമം ഉണ്ടായാൽ അത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വിചിത്രമായ ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. റഷ്യയെ ധിക്കരിച്ചുകൊണ്ട് ഉക്രൈന് ഒരിക്കലും നാറ്റോയിൽ ചേരാൻ കഴിയില്ല എന്നാണ് ട്രംപ് പ്രസ്താവിച്ചത്. അത് ഉക്രൈനെ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണ് എന്നാണ് യുദ്ധകാര്യ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തിടുക്കപ്പെട്ട് റഷ്യയുമായി ഒരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കി ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും ഇറാനെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇസ്രായേലിന് മേലുള്ള ഹൂത്തികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇസ്രായേലിന് മേൽ ഹൂത്തികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്കയോ ഇസ്രായേലോ യൂറോപ്യൻ യൂണിയനോ തീരുമാനിച്ചിട്ട് യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് രസകരമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഹൂത്തികൾക്ക് നിരന്തരമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇറാനെ ആക്രമിക്കണമെന്ന് നെതന്യാഹു കാലങ്ങളായി അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കയും അതിന് തയ്യാറെടുക്കുകയാണ്. ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിട്ടും ഗൾഫ് കടലിടുക്കിൽ നിന്നും ഹാരി ട്രൂമാൻ എന്ന കപ്പൽ അമേരിക്ക പിൻവലിക്കാത്തത് ഇറാനെ ആക്രമിക്കാനുള്ള തന്ത്രമാണ് എന്നുള്ളതാണ് യുദ്ധകാര്യ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ എവിടെ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നാണ് അമേരിക്കൻ വിരുദ്ധ ലോബി ചോദിക്കുന്നത്. അവർക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു താവളം ഉറപ്പിക്കാൻ സൗദി അറേബ്യയോ ഖത്തറോ തയ്യാറാകണം. അവർ ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. സൗദി അറേബ്യയുടെ ഖത്തറിന്റെ സഹായമില്ലാതെ ഗൾഫ് കടലിൽ നിന്നും ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അത് ആത്മഹത്യാപരമാണ്. അമേരിക്കയ്ക്ക് അതിലൂടെ ഒരു വിജയം ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന് ഇവർ പരിഹസിക്കുന്നു. ജനുവരി 20 ട്രംപ് അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് മുഴുവൻ ബന്ദികളെയും വിട്ടുതന്നില്ലെങ്കിൽ ഗസ നരകമാക്കും എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ അയാൾ ഒരു വായാടിയാണ് എന്നാണ് അമേരിക്കൻ വിരുദ്ധർ ആരോപിക്കുന്നത്. അയാൾ പൊങ്ങച്ചം പറയുന്ന ആളാണ്. അയാൾക്ക് ഒന്നിനും കഴിയില്ല. ഇനി അമേരിക്ക എന്താണ് ഗസയിൽ ചെയ്യാനുള്ളത് എന്ന് അവർ ചോദിക്കുന്നു. അത് സത്യം തന്നെയാണ്. ഇനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗസയിൽ എന്താണ് ചെയ്യാനുള്ളത്? നിരന്തരമായി 1.5 കൊല്ലത്തിലധികമായി ഗസയെ ആക്രമിച്ചു കൊണ്ടിരുന്നിട്ടും ഹമാസിന്റെ ശക്തി വർദ്ധിക്കുകയല്ലാതെ ഒരിക്കൽ പോലും ഹമാസിനെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലാതെ അവർ കുറെ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നു എന്നല്ലാതെ ഗസയിൽ അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിലുപരി ഇസ്രായേലിന് മേലുള്ള ആക്രമണം ഹമാസും ഹൂത്തികളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടും ട്രംപ് വീമ്പിളക്കുകയാണ്, നിങ്ങളെ ഞങ്ങൾ നരകമാക്കുമെന്ന്. ട്രംപ് ഹമാസിനെയും ഇറാനെയും ഒക്കെ വെറുതെ പേടിപ്പിക്കുകയാണ് എന്ന് അമേരിക്കൻ വിരുദ്ധർ പറയുന്നു. അയാൾ ഒരു വശത്തുകൂടി ഭീഷണി മുഴക്കുമ്പോൾ തന്നെ മറുവശത്തുകൂടി ഖത്തറിലേക്ക് ബന്ദിമോചനത്തിനായി ആളെ വിടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഉക്രൈനെ സഹായിച്ചുകൊണ്ട് പുടിനുമായി ഒരു യുദ്ധവിരാമ കരാറും അയാൾ ആവശ്യപ്പെടുന്നു. അതിനർത്ഥം ട്രംപിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല എന്നാണ്. അയാൾ പനാമ കനാൽ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. കൂടാതെ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കുമെന്നും പറയുന്നു. ഇയാൾക്ക് ശരിക്കും ഭ്രാന്താണ്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് അമേരിക്കൻ വിരുദ്ധർ അയാളെ പരിഹസിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. 1967ലെയും 82ലെയും പശ്ചിമേഷ്യയല്ല ഇന്നുള്ളത്. അവർ ഇന്ന് അത്യന്താധുനികമായ ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ ഇന്നും പഴഞ്ചൻ മനസ്സുള്ളവരാണ്. അവർക്ക് പശ്ചിമേഷ്യയെക്കുറിച്ച് ഇന്നും തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് അവർ അറബികളുമായി യുദ്ധം ചെയ്യാൻ പോകുന്നത്. അത് അവർക്ക് മാരകമായ നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും സാമ്പത്തികമായി വളരെയധികം തളരുകയാണ്. എന്നിട്ടും അവർ യുദ്ധത്തിനിറങ്ങുന്നു. അതോടൊപ്പം ഗസയിൽ നിന്നും മറ്റൊരു രസകരമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ കഴിഞ്ഞ നാളുകളിൽ ഗാസ മുനമ്പിൽ അനേകം ഇസ്രായേൽ സൈനികർ ഇസ്രായേലിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹമാസ് ഉപയോഗിച്ചിരുന്ന പല സ്ഫോടക വസ്തുക്കളും ഇസ്രായേലിന്റെ കൈവശമുള്ളവ് തന്നെയാണ്. അതിന്റെ മാരകമായ പ്രഹരശേഷി അളന്നപ്പോൾ അത് ഇസ്രായേലിന്റെ സ്ഫോടക വസ്തുക്കളാണെന്ന് IDF തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ കയ്യിൽ ഈ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ വന്നു ചേർന്നു എന്ന് ഇസ്രായേലിനുള്ളിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ
IDF-നുള്ളിൽ നിന്നും വ്യാപകമായ അറസ്റ്റുകളെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. IDF-നുള്ളിൽ നിന്നും ആരൊക്കെയോ അവരുടെ ആയുധങ്ങൾ കടത്തിയും അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയും ഹമാസിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിന് വ്യാപകമായ നാശനഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇസ്രായേൽ ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഗാസയിൽ ഹമാസ് സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിന് ഇസ്രായേൽ വിദൂര നിയന്ത്രിത കവചിത വാഹനങ്ങൾ, അതായത് അവരുടെ ടാങ്കുകളും മറ്റ് വാഹനങ്ങളും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ അവരുടെ സൈന്യത്തിന് ഇനി മുന്നോട്ട് നീങ്ങാനാവുള്ളൂ. ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് മിക്കവാറും ഇവരുടെ സൈനികർ കൊല്ലപ്പെടുന്നത്. ഗസയിലെ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഇസ്രായേലി സൈന്യത്തിന് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്, മരണങ്ങൾ വരുത്തുന്നുണ്ട്. ഇവയെല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. ഏതായാലും 2025 ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര നല്ല വർഷമല്ല. അവർക്ക് സൈന്യവും ആയുധവും പണവും എല്ലാം നഷ്ടപ്പെടുകയാണ്. നെതന്യാഹു എന്ന ഏകാധിപതിയുടെ യുദ്ധക്കൊതി മൂലം ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഇന്ന് നരകമാവുകയാണ്. അതോടൊപ്പം ഗസയിലെ ജനങ്ങൾക്ക് ജീവനും നഷ്ടപ്പെടുകയാണ്.